തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ടിനെതിരായ വിമർശനത്തിൽ വി.എസ്. സുനിൽകുമാറിന് സിപിഐയുടെ ശാസന. മന്ത്രി കെ രാജൻ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് സിപിഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിൽ സുനിൽകുമാറിനെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശാസിച്ചത്. പുറത്തുവരാത്ത റിപ്പോർട്ടിനെപ്പറ്റി നേതാക്കൾ ചർച്ച നടത്തരുതെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോടും പറഞ്ഞു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ വി.എസ്. സുനിൽകുമാർ നടത്തിയ പ്രതികരണമാണ് സിപിഐക്കകത്ത് വിവാദമായിരിക്കുന്നത്. പൂരം കലക്കലിന്റെ ഉത്തരവാദിത്തം തിരുവമ്പാടി ദേവസ്വം എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇതിനെതിരെ രംഗത്ത് വന്ന വി.എസ്. സുനിൽകുമാർ ഒന്നാം പ്രതി അന്നത്തെ കളക്ടറാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. റവന്യൂ വകുപ്പിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സുനിൽകുമാറിന്റെ വിമർശനത്തിൽ മന്ത്രി കെ രാജൻ സിപിഐ തൃശൂർ ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അതൃപ്തി അറിയിച്ചു. തുടർന്നാണ് ഇന്നലെ ചേർന്ന തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിൽ സുനിൽകുമാറിനെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശാസിച്ചത്. ജില്ലാ കളക്ടറാണ് ഒന്നാം പ്രതി എന്ന് പറയാൻ ആരാണ് ചുമതലപ്പെടുത്തിയെന്ന് ചോദിച്ച ബിനോയ് വിശ്വം മേലിൽ ഇത്തരം വിമർശനങ്ങൾ ആവർത്തിക്കരുതെന്നും താക്കീത് നൽകി. സുനിൽകുമാറിന്റെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലും അതൃപ്തി വ്യക്തമാണ്. ചർച്ചയില്ല അതിനെപ്പറ്റി. ഇപ്പോൾ ചർച്ചക്കാർ പോകാൻ പാടില്ല. ഈ സമയത്ത് ആരും കാണാത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ പറ്റി ചാടിക്കയറി ചർച്ചയ്ക്ക് സിപിഐ പോകാൻ പാടില്ല. അതാണ് സിപിഐ തീരുമാനം. റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രതികരണത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സുനിൽകുമാറിനെ രൂക്ഷമായി വിമർശിച്ചു. പൂരം കലക്കിയതിൽ ജില്ലാ കളക്ടറാണ് ഒന്നാം പ്രതിയെങ്കിൽ റവന്യൂ മന്ത്രിയും പ്രതിയാകില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു വിമർശനം. പോലീസിനെ വെള്ളപൂശുന്ന റിപ്പോർട്ടിനെയാണ് താൻ വിമർശിച്ചതെന്നായിരുന്നു സുനിൽകുമാറിന്റെ വിശദീകരണം. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.